റഹ്മാനായ നാഥൻ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ എത്ര തന്നെ എടുത്തു പറഞ്ഞാലും എണ്ണിക്കണക്കാക്കാൻ സാധ്യമല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട സംഗതികളെ ചോദ്യം ചെയ്യുവാൻ പലപ്പോഴും മനുഷ്യൻ തയ്യാറാകുന്നത് അവന്റെ ബുദ്ധി നഷ്ടപ്പെടുമ്പോഴാണ്, സ്വബോധം നഷ്ടപ്പെടുമ്പോഴാണ്. സർവ്വ തിന്മകളിലേക്കും ഇന്നത്തെ ചെറുപ്പക്കാര്, അതുപോലെ തന്നെ ചെറുപ്പക്കാരികൾ ഒക്കെയും നീങ്ങുന്നത്, സർവ്വജനങ്ങളും അത്തരത്തിലുള്ള തെമ്മാടിത്തങ്ങളിലേക്ക് നീങ്ങുന്നത് സ്വബോധം നഷ്ടപ്പെടുമ്പോഴാണ്. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ ഖംറു ഉമ്മുൽ ഖബായിസി, സർവ്വ ചീത്തകളുടെയും സർവ്വ തെമ്മാടിത്തത്തിന്റെയും സർവ്വ നികൃഷ്ടമായ കാര്യങ്ങളുടെയും ഉമ്മയാണ്, മാതാവാണ് മദ്യം. അത് മനുഷ്യന്റെ ബുദ്ധിയെയാണ് മരയിപ്പിക്കുന്നത്. അതാണല്ലോ ഭാഷയിൽ തന്നെ നമുക്ക് കാണാമല്ലോ, ഖംർ എന്ന് പറയുന്നത് മാ ഖമറൽ അഖ്ല, അല്ലാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമായ അഖ്ലിന് മറയിടുന്നതാണ്, അഖ്ലിന് മൂടിയിടുന്നതാണ്, അഖ്ലിനെ മറച്ചു വെക്കുന്നതാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ മനുഷ്യൻ അവൻ പരിപാവനമായി അല്ലാഹു നൽകിയ നിഅമത്തെന്ന നിലക്ക് പുഷ്ടിപ്പെടുത്തുകയും നിലനിർത്തുകയും ചെയ്യേണ്ടുന്ന സ്വബോധം, ആ സ്വബോധത്തെ നശിപ്പിച്ചു കളയുന്ന, തകർത്ത് കളയുന്ന, അതിനെ ഇല്ലായ്മ ചെയ്യുന്ന എല്ലാ വിധത്തിലുള്ള മാർഗങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സർവ്വാനുഗ്രഹങ്ങളും അത് അള്ളാഹുവിന്റെ കോടതിയിൽ നാം മറുപടി പറയേണ്ടവരാണ്. നമുക്കെല്ലാം സുപരിചിതമായ സൂറത്തു തകാസുറിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞല്ലോ, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, തീർച്ചയായും നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും, പിന്നെ നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. യൗമഇദിൻ, അന്നത്തെ ദിവസം, അനിൻ നഈം, സർവ്വ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചും അള്ളാഹുവിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് നാം മനസ്സിലാക്കുക, ഈ ഭൂമിയിൽ ജീവിക്കാൻ, ഈ ഭൂമിയിൽ ജനിക്കാൻ, അതുപോലെ തന്നെ മുസ്ലിമാകാൻ അവസരവും അനുഗ്രഹവും നൽകപ്പെട്ടിട്ടുള്ള മനുഷ്യന്മാര് ഏത് സമയത്താണ് മരിക്കുക എന്നറിയാത്തവർ, എവിടെ വെച്ചാണ് മരിക്കുക എന്നറിയാത്തവർ, ആ മരണത്തിന്റെ ദിവസത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അതിനു വേണ്ട ഒരുക്കപ്പാടുകൾ ചെയ്യുമ്പോ ആ മാർഗത്തിൽ നിന്ന് മനുഷ്യനെ തടയിടാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ ജന്മശത്രുവാണ്, മനുഷ്യരുടെ വർഗശത്രുവാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അതുപോലെ തന്നെ അവന്റെ കൂട്ടാളികൾ. ആ പാതകളെ നിങ്ങൾ പ്രത്യേകമായി, നിങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി അത്തരത്തിലുള്ള പാതകളിലേക്ക് നീങ്ങാതെ ജാഗ്രതയോടുകൂടി നിങ്ങൾ ജീവിക്കണേ, നിങ്ങൾ വിട്ടുനിൽക്കണേ. വലാ തത്തബിഊ, നിങ്ങൾ പിന്തുടർന്നു പോകരുത്, നിങ്ങൾ ഒരിക്കലും പിന്തുടർന്നു പോകരുത് ഖുതുവാതി ശൈത്താൻ, ശൈത്താന്റെ കാലടിപ്പാടുകളെ പിന്തുടരരുത്. ഒരുപാട് കെണികൾ ഇവിടെ ഒരുക്കി വെച്ചിരിക്കുകയാണ് മനുഷ്യനെ വഴിപിഴപ്പിക്കുവാൻ, മനുഷ്യനെ അധാർമികതയിലേക്ക് തള്ളിവിടുവാൻ, മനുഷ്യനെ ഏറ്റവും വലിയ ദുഷിച്ച ഒരവസ്ഥയിലേക്ക് മാറ്റം ചെയ്യപ്പെടാൻ വേണ്ടി സർവ്വരൂപത്തിലുള്ള സംവിധാനങ്ങളും ഒരുക്കപ്പെട്ട ഒരു ലോകത്താ ഞാനും നിങ്ങളും ജീവിക്കുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഹുജിബത്തിൻ നാറു ബിശ്ശഹവാത്ത് വഹുഫത്തിൽ ജന്നത്തു ബിൽ മകാരിഹി, സ്വർഗ്ഗത്തിലേക്ക് എത്തണമെങ്കിൽ, ഹദീസിന്റെ ആശയമാണ് ഞാൻ പറയുന്നത്, നരകത്തെ അതാ മറയിടപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് ശഹവാത്തുകൾ മുഖേനയാണ്. മനുഷ്യന്റെ ആഗ്രഹങ്ങളും ഇച്ഛകളും ഒക്കെ അനുസരിച്ചങ്ങ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നരകത്തിലേക്കാണ് എത്തുന്നത്. അതേ അവസരത്തിൽ സ്വർഗത്തിലെത്താൻ കുറച്ചു പ്രയാസമുണ്ട്. ഉഫത്തിൽ ജന്നത്തു ബിൽ മകാരിഹി, വളരെ പ്രയാസകരമായ, വെറുക്കപ്പെടുന്ന രൂപത്തിലുള്ള പല പ്രയാസങ്ങളെയും കൊണ്ടാണ് സ്വർഗം ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതൊക്കെ ഭേദിക്കാൻ തയ്യാറുള്ളവർക്ക് സ്വർഗത്തിലെത്താൻ കഴിയൂ, അല്ലാത്തവർക്ക് എത്താൻ പ്രയാസമാണ്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും വലിയ പരീക്ഷണം നേരിടേണ്ടി വരും, ജീവിതത്തിന്റെ ആഗ്രഹങ്ങളെ കുഴിച്ചു മൂടേണ്ടി വരും. അല്ലാഹു റബ്ബുൽ ആലമീനിന്റെ ആഗ്രഹത്തിന് വില കൽപ്പിച്ചുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ അല്ലാഹു പഠിപ്പിച്ച അവസ്ഥയിലേക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ മാറ്റം വരുത്തുന്നതിലൂടെ അല്ലാതെ
ഈമാൻ ശരിയാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബിഹി. നിങ്ങളിൽ ഒരാളും യഥാർത്ഥ സത്യവിശ്വാസിയായി മാറുകയില്ല കേട്ടോ. ഹത്താ യകൂന ഹവാഹു, അവന്റെ ആഗ്രഹങ്ങളും അവന്റെ ഇഷ്ടങ്ങളും അവന്റെ അഭിലാഷങ്ങളും ഒക്കെ ആയിത്തീരുന്നത് വരെ തബഅൻ ലിമാ ജിഅ്തു ബിഹി, റസൂലായ ഞാൻ കൊണ്ടുവന്ന ആദർശത്തിനോട് പിൻപറ്റുന്ന അവസ്ഥയിലാകുവോളം നിങ്ങളിൽ ഒരാളും യഥാർത്ഥ സത്യവിശ്വാസിയായി മാറുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോ, ഓ പ്രിയപ്പെട്ട സഹോദരാ സഹോദരി, നാം ചിന്തിച്ചു നോക്കുക. ഞാൻ എന്റെ ഇഷ്ടങ്ങളെ മുഴുവനും, ഞാൻ എന്റെ ആഗ്രഹങ്ങളെ മുഴുവനും എന്നെ പടച്ചനാഥന്റെ ഇഷ്ടത്തിനോടൊത്തു നോക്കിയിട്ട് അതിലേക്ക് മാത്രമാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അതോ അബദ്ധങ്ങൾ വന്നു പോകുന്നുണ്ടോ? തോന്നിവാസങ്ങൾ സംഭവിക്കുന്നുണ്ടോ? ഏതൊരു മനുഷ്യനും വളരെ ജാഗ്രതയോടുകൂടി കാണേണ്ട കാര്യമാണത്. എത്ര മഹാന്മാരായ ആളുകളുടെ ചരിത്രങ്ങൾ വരെ നമുക്കറിയാം. കാപട്യം വരുന്നുണ്ടോ എന്ന് ഭയപ്പെട്ട സ്വഹാബിമാരുണ്ടായിരുന്നു. സ്വഹാബാ കിറാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ, അല്ലാഹു അവരെ മഹത്വപ്പെടുത്തിയിട്ടുണ്ട് പരിശുദ്ധ ഖുർആനിൽ. റളിയല്ലാഹു അൻഹും വറദു അൻഹു, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവരെ അല്ലാഹനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ മഹാന്മാരായ ആളുകളാണ്. ഈ ലോകത്തിന്റെ മാതൃകാ പുരുഷന്മാരായി അയക്കപ്പെട്ടിട്ടുള്ള നല്ല ഹൃദയത്തിന്റെ ഉടമകളാണ് സ്വഹാബാ കിറാം. ആ സ്വഹാബാ കിറാമിനെ കണ്ടവരായ താബിഈങ്ങളിൽ പ്രമുഖരായ പലരും രേഖപ്പെടുത്തിയത് കാണാം. അദ്റഖ്തു സലാസീന മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹാബിമാരിൽ 30ഓളം ആളുകളെ എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അവരെല്ലാവരും യഖാഫൂന മിനൻ നിഫാഖ്, നിഫാഖ് വന്നു പോകുന്നുണ്ടോ, കാപട്യത്തിൽ ഏർപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് അവർ ഭയപ്പെട്ടിരുന്നു എന്ന് പറയുമ്പോ, സഹോദരന്മാരെ, കാപട്യം അവരിൽ വന്നു ചേർന്നിട്ടല്ല. പക്ഷേ ഏതൊരു മഹാന്മാരിലും അബദ്ധങ്ങൾ വരാമല്ലോ, തെറ്റുകൾ വരാമല്ലോ. നാഥാ, നിന്റെ പൊരുത്തത്തിനെതിരായി കൊണ്ട് വല്ലതും സംഭവിക്കുന്നുണ്ടോ എന്ന ദീർഘവീക്ഷണവും അതിനെ സംബന്ധിച്ചുള്ള ഒരു ആത്മപരിശോധനയും അതുപോലെ തന്നെ ഒരു സ്വയം വിചാരണയുമൊക്കെ മഹാന്മാരുടെ ശൈലിയായിരുന്നു, മഹാന്മാരുടെ പതിവായിരുന്നു. നമുക്ക് കാണാം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുനാഫിഖീങ്ങളെ സംബന്ധിച്ച്, നിഫാഖ് വരുന്ന ആളുകളെ സംബന്ധിച്ച് ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് ചില അത്തരത്തിലുള്ള ആളുകളുടെ പേര് പറഞ്ഞു കൊടുത്തു എന്ന് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അറിഞ്ഞപ്പോ, ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഓടിച്ചെല്ലുകയാണ് ഹുദൈഫത്ത് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക്. ഹുദൈഫത്ത് റളിയല്ലാഹു അൻഹുവിനോട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ചോദ്യം കേട്ടാൽ നമുക്ക് അത്ഭുതം തോന്നുന്നു. എന്താണ് മഹാനവറുകൾ ചോദിച്ചത്? യാ ഹുദൈഫ, അല്ലയോ ഹുദൈഫത്തെ, അല്ലാഹുവിന്റെ റസൂല് ചില മുനാഫിക്കീങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വിവരം തന്നിട്ടുണ്ട് എന്ന്, പേര് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് എനിക്ക് കേൾക്കാൻ സാധിച്ചു. അങ്ങയോട് ഞാൻ ചോദിക്കട്ടെ, ഹൽ സമ്മാനി ലക റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂലെങ്ങാനും എന്റെ പേര് താങ്കളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആണ്. ചിന്തിച്ചു നോക്കൂ, സ്വർഗമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശറഫാക്കപ്പെട്ട നാവുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് തന്നെ കേൾക്കാൻ അവസരം കിട്ടിയിട്ടുള്ള മഹാന്മാരുടെ കൂട്ടത്തിൽ രണ്ടാമനായ വ്യക്തിത്വമായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആണ് ഭയപ്പെടുന്നത്. ജീവിതത്തിൽ അബദ്ധങ്ങൾ വരുന്നുണ്ടോ, എന്തെങ്കിലും സംഭവിച്ചു പോകുന്നുണ്ടോ, അല്ലാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തുന്ന വല്ലതും വരുന്നുണ്ടോ എന്ന ഭീതിയും ഭയവുമൊക്കെ മഹാന്മാരെ അവരുടെ ജീവിതത്തിൽ ഒരു ആത്മപരിശോധനക്കും ഒരു സ്വയം വിചാരണക്കുമൊക്കെ പ്രേരിപ്പിക്കാറുണ്ടായിരുന്നു. ഇതിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കണം. ജീവിതത്തിൽ മനുഷ്യനോട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നല്ലോ, വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നല്ലോ, വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കൂ, നാളേക്ക് വേണ്ടി എന്തൊരുക്കി വെച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കൂ, എന്താണ് അതിനുവേണ്ടി തയ്യാറെടുത്തത് എന്ന് നിങ്ങൾ ആലോചിക്കൂ. മരണം സംഭവിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത നിമിഷം മുതൽ മറ്റൊരു ലോകത്തേക്ക് പ്രവേശിക്കുന്ന നമ്മളെല്ലാവരും ആ ലോകത്തിന് വേണ്ടി എന്താണ് മുൻകരുതി വെച്ചിട്ടുള്ളത് എന്നതാണല്ലോ അല്ലാഹുവിന്റെ ചോദ്യം. ആ ചോദ്യത്തിന് നമുക്ക് നൽകാനുള്ള ഉത്തരങ്ങളുടെ കൂട്ടത്തിൽ
നമ്മിൽ നിന്ന് അബദ്ധങ്ങളും മഹാപാപങ്ങളും സംഭവിച്ചു പോകാതിരിക്കുവാനുള്ള ജാഗ്രതയാണ് പ്രത്യേകിച്ച് നാം വളരുന്ന ചെറുപ്പക്കാരിൽ ഉണ്ടായിത്തീരേണ്ടത്. നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഇതിനൊക്കെ കണക്ക് പറയേണ്ടി വരുന്നതാണ്. ആ ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മുടെ മക്കളുടെ മനസ്സിൽ ആ ബോധമുണ്ടാക്കണം. നമ്മുടെ തലമുറകളിൽ ആ ബോധമുണ്ടാക്കണം. വളർന്നു വരുന്ന ആളുകളുടെ മുഴുവൻ മനസ്സുകളിലും ആ നിലക്ക് റബ്ബ് കാണുന്നുണ്ടല്ലോ, റബ്ബ് അറിയുന്നുണ്ടല്ലോ. റബ്ബിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിക്കൊണ്ട് ഒരല്പനേരം പോലും ജീവിക്കാൻ എനിക്ക് സാധ്യമല്ലല്ലോ. ആ ബോധം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാനാണ് ഏറ്റവും പ്രധാനമായ ശ്രമം വേണ്ടത്. ഇബ്ലീസാണെങ്കിൽ ആ ബോധം മനുഷ്യന്റെ മനസ്സിൽ നിലനിൽക്കാതിരിക്കാൻ, അവനെ ബോധം എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റി തീർക്കാൻ ലോകത്ത് എന്തെല്ലാം സംവിധാനങ്ങൾ വെച്ച് പുലർത്തുന്നു. അവനെ എല്ലാം കൊണ്ടും നശിപ്പിക്കുകയാണ്. പല രൂപത്തിലുള്ള ലഹരികളാണ് അവന് നൽകുന്നത്. അവന്റെ കണ്ണിന് ചില സുഖങ്ങൾ നൽകിക്കൊണ്ട് അവനെ ലഹരിയുള്ളവനാക്കുന്നു. അവന്റെ അവയവങ്ങൾ കൊണ്ട് ചിലർ പ്രവർത്തിപ്പിക്കുവാൻ തോന്നുന്ന നിലക്ക് അവനെ ലഹരിയുള്ളവനാക്കുന്നു. അതുപോലെ തന്നെ ഒറിജിനൽ ലഹരി തന്നെയും കഴിപ്പിച്ചുകൊണ്ടും മനുഷ്യനെ മതോന്മത്തനാക്കി തീർക്കുന്നു. മത്തമുള്ള ഒരവസ്ഥയിലേക്ക്, മത്ത് പിടിച്ചുകൊണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർക്കുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കർശനമായി വിരോധിച്ച, ഇസ്ലാമിന്റെ നിയമങ്ങളിലെല്ലാം കർശനമായി തന്നെ വിരോധം വന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു ദുഷിച്ച സമ്പ്രദായമാണ് ഇന്ന് സമൂഹത്തിൽ വളരെയേറെ രഹസ്യമായും പരസ്യമായും ഒക്കെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന മദ്യവ്യവസായം. മദ്യത്തിന്റെ ഒഴുക്ക്, മദ്യത്തിന്റെ വളർച്ച, പല പേരുകളിലാണ് അതിന്ന് സമൂഹത്തിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ വലിയ തിന്മയായിട്ട് ആളുകൾ കണ്ടിരുന്ന മദ്യപാനം, മദ്യസേവ എന്ന് പറയുന്നത് ഇന്ന് ആളുകൾക്കിടയിൽ അതൊരു വിഷയമല്ലാതായി മാറിയിരിക്കുന്നു. ഒരു വിവാഹത്തിന്റെ അന്വേഷണം നടക്കുകയാണെങ്കിൽ മുഴുക്കുടിയനാണോ എന്ന് അന്വേഷിക്കുന്ന അവസ്ഥ മാത്രമേ ഇന്ന് പലപ്പോഴും കാണുന്നുള്ളൂ. കാരണം അല്പമാത്രമൊക്കെ സേവിക്കാതെ, അല്പമാത്രമൊക്കെ രുചി നോക്കാതെ എന്തൊരു ജീവിതമാണ് അതിനൊരു യുവാവിന്റെ ജീവിതം എന്ന് പറയാനൊക്കുമോ? ഈ ലോകത്ത് ജീവിക്കാൻ മാത്രം അവനൊക്കെ സ്റ്റാറ്റസ് സൂക്ഷിക്കുന്നവനാണോ എന്ന് തുടങ്ങിയിട്ടുള്ള പിശാചിന്റെ വേദാന്ത മോഡലുകൾ കേട്ടിട്ട് നമ്മുടെ ചെറുപ്പക്കാര് പലരും, പ്രത്യേകിച്ച് വളർന്നു വരുന്ന തലമുറ, മദ്രസ വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞ് അതുപോലെ കുറച്ചു കാലം കഴിഞ്ഞ് പുറത്തു കിടന്നാൽ ദീനൊന്നും കേൾക്കാൻ അവസരം കിട്ടാതെ, ദീന് പഠിക്കാതെ, ദീന് മനസ്സിലാക്കാതെ, ദീനിന്റെ പ്രവർത്തകന്മാരോട് വരെ പുച്ഛത്തോടുകൂടി കണ്ടുകൊണ്ട്, ദീനീ സംരംഭങ്ങളോട് പുറംതിരിഞ്ഞു നിന്നുകൊണ്ട് ആ നിലക്ക് ദീനുമായിട്ടൊരു ബന്ധവുമില്ലാതെ മറ്റൊരവസ്ഥയിലേക്ക് തരം താഴ്ന്നുകൊണ്ട് നമ്മുടെ വളർന്നു വരുന്ന ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും നാം പഠിപ്പിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളുമൊക്കെ ആ ഒരു ദുരന്തത്തിലേക്ക് സർവ്വനാടുകളിലും പോയിക്കൊണ്ടിരിക്കുന്നു. മുസ്ലിം സമൂഹത്തിലെ ചെറുപ്പക്കാരോട് പറയട്ടെ, അല്ലാഹുവിന്റെ മഹത്തരമായ ഒരു ദീനിന്റെ അവകാശികളായ ഞാനും നിങ്ങളും ഈ ഒരു തിന്മകൾക്കെതിരെ, ഇത്തരത്തിലുള്ള ദുഷിച്ചു നാറിയ ഈ സാമൂഹ്യ രംഗത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നിലക്കുമുള്ള ജീർണതകൾക്കെതിരിലും വളരെ കൃത്യമായി തന്നെ നമ്മൾ പ്രതികരിച്ചു വരാറുണ്ട്. നമ്മുടെ ജുമാ ഖുതുബകളിലൂടെ കൃത്യമായ നിലക്കുള്ള ഉത്ബോധനങ്ങൾ ഇരുശബ്ദമായി നടത്തപ്പെടാറുമുണ്ട്. പക്ഷേ അത്തരം ജുമാകളിൽ പങ്കെടുക്കാത്ത ആളുകളെ അപേക്ഷിച്ചു നോക്കുമ്പോ, ആ പങ്കെടുക്കുന്ന ആളുകളെ അപേക്ഷിച്ചു നോക്കുമ്പോ പങ്കെടുക്കാത്തവരുടെ എണ്ണം വളരെ കൂടുതലല്ലേ? ദീനുമായി ബന്ധമില്ലാത്ത ചെറുപ്പക്കാരല്ലേ വളരുന്നത്? അതുകൊണ്ട് സഹോദര സഹോദരി, നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. വളർന്നു വരുന്ന നമ്മുടെ മക്കൾ എവിടേക്കാണ് അവർ പോകുന്നത്? ഏത് മാർഗത്തിലൂടെയാണ് അവർ സഞ്ചരിക്കുന്നത്? ആരുമായൊക്കെയാണ് അവർ കൂട്ടുകൂടുന്നത്? എന്തൊക്കെയാണ് അവർ വായിക്കുന്നത്? എന്തൊക്കെയാണ് അവർ കേൾക്കുന്നത്? എന്തൊക്കെയാണ് അവർ കാണുന്നത്? ഏതൊക്കെ പേരിട്ടുകൊണ്ട് ഏതൊക്കെ പ്രദേശങ്ങളിലേക്ക് അവർ പോകുന്നുണ്ട്? സ്റ്റഡി ടൂറുകൾ എന്ന പേരിട്ടുകൊണ്ട്, അതുപോലെ തന്നെ പല രൂപത്തിലുള്ള വിനോദയാത്രകൾ എന്ന പേരിട്ടുകൊണ്ട്, പല രൂപത്തിലുള്ള ഓമന പേരുകൾ ഇട്ടുകൊണ്ട് നമ്മുടെ മക്കളതാ ഒരു പ്രത്യേകമായ അവസ്ഥയിലേക്ക് നീങ്ങിപ്പോവുകയാണ്. പലരും പല രൂപത്തിലുള്ള തോന്നിവാസങ്ങൾക്കും തുടക്കം കുറിക്കുന്നു. മദ്യപാനം തുടങ്ങി വെക്കുകയാണ്. അതുപോലെ തന്നെ അശ്ലീലതകളുടെ പ്രചരണത്തിലേക്ക് നീങ്ങുകയാണ്. അതുപോലെ തന്നെ വേണ്ടാവൃത്തികളിലേക്ക് നീങ്ങുകയാണ്. ഇതൊക്കെ ഇന്ന് രഹസ്യമായ പരസ്യമല്ലേ? ഇത് രഹസ്യമായ പരസ്യവും പരസ്യമായ രഹസ്യവുമാണ്. ആളുകൾ അടക്കം പറയുന്നു, പക്ഷേ എല്ലാവരും രഹസ്യമായി പറയുന്നു. എല്ലാവർക്കും അറിയാം കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. ഈ ഒരു ദുരന്തത്തിൽ നിന്ന് ഈ സമുദായം രക്ഷപ്പെടണം. ഈ ഒരു ദുരന്തത്തിൽ നിന്ന് ഈ സമുദായത്തെ രക്ഷപ്പെടുത്തണം. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ,
മദ്യം ആരെങ്കിലും സേവിക്കുകയാണെങ്കിൽ അത് മദ്യം എന്ന് പറയുന്നത് ഏത് പേരിലാണെങ്കിലും ശരി, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കുല്ലു മുസ്കിരിൻ ഹറാം, ലഹരി ഉണ്ടാക്കുന്ന സർവ്വ വസ്തുക്കളും നിഷിദ്ധം തന്നെ.